ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹരനെ കൊടുക്കാൻ വേണ്ടി തന്നെ നിതയും അതുപോലെ തന്നെ നമ്മുടെ നിഷയും ജുബാനയും കല്യാണിയും ഒക്കെ ഒരുമിച്ച് കൂടാണ്. അപ്പൊ ഒരു ഗൂഢാലോചന നടത്താണ്. അപ്പൊ നിതക്ക് വിശ്വാസമാവുന്നുണ്ട് മനോഹർ തന്നെ ചതിക്കാണ്. അപ്പൊ പുതിയ ഇരയാട്ടോ നിത. അത് ഇന്ന് എപ്പിസോഡ് ഡിലേ ആയിട്ടാണ് വന്നത്, അതുകൊണ്ടാണ് പറയാൻ പറ്റാതിരുന്നത്. അപ്പൊ ജുബാന പറയുന്നുണ്ട് ഇയാൾ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, നല്ലൊരു അടിപൊളി പണി തന്നെ കൊടുക്കണം എന്ന് പറയാണ്. അതെ, നല്ല പണി കൊടുക്കണം നിശ്ചയം പറയുന്നുണ്ട്. ഞാൻ അന്നേ വിചാരിച്ച അവനൊരു പണി കൊടുക്കണം, നല്ലൊരു പണി കൊടുക്കണം നിശ്ചയം പറയാട്ടോ. അങ്ങനെ ഇവര് 4 പേരും കൂടി ആലോചിക്കാണ്, 5 പേരും കൂടി ആലോചിക്കാണ് എന്ത് പണിയാ കൊടുക്കുക. ഡോണ ഇവിടെ ഇല്ല, ഡോണ ഗൾഫിൽ പോയിരിക്കുക, അല്ലെങ്കിൽ അവളും കൂടി കൂടിയാനെ എന്ന് നിഷ പറയുന്നുണ്ട്. സാരില്ല, അയാൾക്ക് നല്ലൊരു പണി കൊടുക്കണം, അവൻ വിശ്വസിക്കുന്ന ഒരു പണി, അതിനൊരു പറ്റിയൊരു ആളുണ്ട്. അതാരാ? അതാണ് വരുൺ. വരുണോ? വരുൺ ആരാ? അതെന്റെ ഒരു ക്ലാസ്മേറ്റ് ആണ് എന്ന് നിഷ പറയാണ്. ആ, വരുൺ എന്താ ചെയ്യാ? വരുണിന് ഒരു കഴിവുണ്ട്, അയാളൊരു ആണാണ്, പക്ഷെ പെണ്ണിന്റെ വേഷം കിട്ടിയാലുണ്ടല്ലോ നമ്മൾ പെണ്ണുങ്ങൾ മാറി നിൽക്കും. അസാധ്യ സൗന്ദര്യമാണ്, അവനെ വെച്ചൊരു ഗെയിം കളിച്ചാലോ എന്ന് പറയാണ്. അത് കൊള്ളാം, അത് സൂപ്പറാ എന്ന് പറയാണ്. അങ്ങനെ വരുണായിട്ടാണ് ആ ക്യാരക്ടർ ജിഷ്ണു വരുന്നത് കേട്ടോ. അപ്പൊ വരുൺ വരുന്നുണ്ട്. അപ്പൊ ഇവർക്ക് പറയുന്നുണ്ട് എന്താ ഞാൻ ചെയ്യേണ്ടത് ചോദിക്കുമ്പോ, ഞങ്ങളുടെ ഇത്രയും പെണ്ണുങ്ങളുടെ ജീവിതം കളഞ്ഞ ഒരുത്തരാണ് മനോഹർ. അവന്റെ ശരിക്കുള്ള പേര് മൂന്നാർ മുരുകനാണ്, പക്ഷെ ഇപ്പൊ അവൻ വിശാഖാണ്. ഈ നിതേനെ പറ്റിക്കാൻ വേണ്ടി നോക്കുവാണ്. അവന്റെ ഒരു പണി കൊടുക്കണം, അത് നീ വിചാരിച്ചേ പറ്റുള്ളൂ. ഞാനെന്താ ചെയ്യേണ്ടത്? അവനൊരു സ്വഭാവമുണ്ട്, കോഴി സ്വഭാവം. പെണ്ണുങ്ങളെ കണ്ട അപ്പ വീഴും. നീ ഒരു പണക്കാരി പെണ്ണിന്റെ വേഷത്തിൽ അവന്റെ അടുത്തേക്കൊന്ന് പോ, അവൻ അങ്ങോട്ട് വന്ന് മുട്ടിക്കോളൂ. പിന്നെ ബാക്കി എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു തരാം എന്ന് പറയാണ്. അങ്ങനെ വരുൺ ആ ദൗത്യം ഏറ്റെടുക്കുവാട്ടോ. അങ്ങനെ വരുണാണ് മോഹിനിയുടെ വേഷം കെട്ടി നമ്മുടെ മനോഹറിന്റെ അടുത്തേക്ക് പോണത്. മനോഹർ അപ്പൊ നിതേനെ ഓട്ടോമാറ്റിക്കലി വിടുമല്ലോ, കാരണം അതിനേക്കാളും വലിയ സുന്ദരിയും സാമ്പത്തിക സ്ഥിതി ശേഷിയുള്ള ആ പെണ്ണാണ് മോഹിനി. അപ്പൊ അതുകൊണ്ട് നിതേനെ വിട്ടിട്ട് മോഹിനിയുടെ പുറകെ നടക്കാൻ വേണ്ടി തുടങ്ങും. എന്തായാലും നല്ല അടിപൊളി പണി കിട്ടുന്ന ഭാഗമായിട്ട് നാളെ കാണാമാണ്. അപ്പൊ ഇന്ന് വരുണിനെ കാണിക്കുന്നില്ല, ശരിക്കും പറഞ്ഞാൽ ഇന്ന് മുതൽ കാണിക്കുമെന്നാണ് പറഞ്ഞത്. നാളെയാണ് വരുണായിട്ട് വരുന്ന ജിഷ്ണു വരുന്നത് കേട്ടോ. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.